ക്ഷമിക്കണമേ. യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? ആമേൻ. യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? ആമോസ് ചോദിക്കുക, എളിയവരെങ്ങനെ നിവർന്നു നിൽക്കും? ഈ ഗതികെട്ടവരെങ്ങനെ നിവർന്നു നിൽക്കും? ദൈവമേ, വിടുതലില്ലാതെ വിഷമിച്ച നാളുകളായി ഞങ്ങൾ ഞരങ്ങുന്ന വിഷയത്തിൽ ഞങ്ങൾ എങ്ങനെ നിവർന്നു നിൽക്കും? ഇവിടെ എഴുതിയിരിക്കുക, പുല്ല് മുളച്ചു തുടങ്ങുമ്പോ അത് വന്ന് ആര് തിന്നുക? വെട്ടില് നിന്നോണ്ടിരിക്കുക. ഇങ്ങനെ ചില പുല്ല് തീറ്റിക്കാര് കയറുന്നുണ്ട്. സ്വതന്ത്രം സ്വതന്ത്രം വ്യാജേന ആത്മാക്കൾ എന്നുള്ള രൂപത്തിൽ ചിലത് കയറി വിചാരാ കൊണ്ടുവരുന്നത്. കാരണം എന്നാ, തീർത്തു വരുന്നതിനെയൊക്കെ തിന്നാൻ, തീർപ്പിനെയൊക്കെ കണ്ടിച്ചു കളയാൻ. അടുത്തത് രാജാവിന്റെ വക പുല്ല്. രാജാ, അപ്പൊ ഈ പുല്ല് ആരുടെ വകയാ? ഈ നന്മ ആരുടേതാ? ഈ പച്ചപ്പ് ആരുടേതാ? ഈ വിടുതൽ ആരുടേതാ? ഈ വഴി ആരുടേതാ? രാജാവിന്റെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെതാ. നീ അനുഭവിക്കേണ്ട നന്മ, നിനക്ക് വേണ്ടി വിളയുന്ന വിത്ത്, നീ ഏറ്റെടുക്കേണ്ട ഫലം രാജാവിന്റെ വകയാ. എന്നാൽ ശത്രു വന്നാൽ അരിയുക. പല ശത്രുക്കള് നിന്റെ നന്മ അരിയുക. എന്നാൽ യാക്കോബ് ചോദിക്കുക, ഞാൻ എങ്ങനെ നിവർന്നു നിൽക്കും? ഞാനൊരു സാധു മനുഷ്യനല്ലേ? ഞാൻ ഗതിയില്ലാത്തവനല്ലേ? തൊഴിലില്ലാത്തവനല്ലേ? ജീവിതത്തിന് മാർഗമില്ലാത്തവനല്ലേ? വഴി കാണാത്തവനല്ലേ? കടഭാരമുള്ളവനല്ലേ? പലരും എന്നെ ആട്ടിക്കളഞ്ഞവനല്ലേ? ഞാൻ ഗതിയില്ലാത്തൊരു മനുഷ്യനല്ലേ? രക്ഷപ്പെടുവാൻ ഒരു വഴി കാണാത്ത വ്യക്തിയല്ലേ? നാളുകളായി നിവർന്നു നിൽപ്പാൻ കഴിവില്ലാത്തൊരു വ്യക്തിയല്ലേ? ഒരു നിലവിളി ദൈവസന്നിധിയിൽ ചെല്ലുക. എന്നാൽ അടുത്ത പോയിന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പെട്ടെന്ന് വായിച്ചേ. ദേശത്തിലെ സസ്യം തിന്നു തീർന്നപ്പോൾ ഞാൻ യഹോവയെ കർത്താവേ ക്ഷമിക്കണമേ. യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. യഹോവ അതിനെ കുറിച്ച് അനുഗമിച്ചു. അത് സംഭവിക്കില്ല. ദേശത്തിലെ സസ്യമൊക്കെ തിന്നേച്ച് ചില പച്ചപ്പുഴുക്കൾ കയറും. പച്ചയാന്നും പറഞ്ഞു, ഞങ്ങൾ ആൽമീരാന്നും പറഞ്ഞ് കയറി വരുമെന്ന്. എന്തിനാ വരുന്നത്? തിന്നാൻ. നിന്റെ നന്മ, നിന്റെ വിളവ്, നിന്റെ അനുഭവം, നീ അനുഭവിക്കേണ്ട സന്തോഷം, നീ അനുഭവിക്കേണ്ട വിടുതല്, നീ ആനന്ദിക്കേണ്ട അനുഭവങ്ങള് തിന്നാൻ ദേശത്ത് ചുറ്റിക്കറങ്ങി ചിലത് നടപ്പുണ്ട്. അനുസരണം കേട്ട് ഒരു മുഖത്തിന്റെ കീഴിൽ അമരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരഞ്ഞോടുന്ന ചില പെണ്ണൊട്ടകങ്ങൾ, ചില മരുഭൂമി ശീലിച്ചവര് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആണെന്ന് പറയും. ലക്ഷ്യം എന്നാണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്ന ഇരമ്യാവില് അതിന്റെ മതപ്പാട്. അത് ശരിയായ ലക്ഷ്യമുള്ള വ്യക്തികളല്ലെന്ന അവിടെ മതപ്പാടിൽ അവർ ഓടി നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വിരഞ്ഞോടുന്ന പെണ്ണോട്ടകം. മരുഭൂമി ശീലിച്ചവരാ. പക്ഷെ പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിരിക്കുക, രാജാവിന്റെ വക പുല്ല് അത് തിന്നോണ്ടിരിക്കുക. അത് നമ്മുടെ നടുവിൽ വരും, നമ്മുടെ നന്മ അപഹരിക്കും, നമ്മുടെ വിടുതൽ തടസ്സമാക്കും, നമ്മുടെ സ്വസ്ഥത കെടുത്തും, നമ്മുടെ സന്തോഷം ഇല്ലാതാക്കും. നിങ്ങളിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നു, പക്ഷെ പരിശുദ്ധാത്മാവ് ചോദിക്കുക, എന്തിനാ വന്നത്? ആലോചന കേൾക്കാൻ, വചനത്തെ വിടുതല് ഇല്ലേ? നിങ്ങൾ ഈ രണ്ട് സഹോദരന്മാർ ഇവിടെ വന്നതിന് ദൈവത്തിന് ഉദ്ദേശമില്ലേ? ആ ഉദ്ദേശത്തെ ആ വിശ്വാസി തടുക്കുന്നത്, ആ വിടുതലുകള്, ആ സ്വസ്ഥത, ആ എതിര് വിടാതിരിക്കാൻ നോക്കും. 11 മണി സമയം കഴിഞ്ഞ സമയത്ത് ഈ യാത്ര ചെയ്ത് ഓട്ടോയെ കയറിയിട്ട് ഓട്ടോ കൊണ്ടുവന്നാണ് ചുറ്റിക്കുക. എന്താ കാര്യം? യഥാർത്ഥമായ പുല്ലിന്റെ കിളിർപ്പ് അനുഭവിക്കാതിരിക്കാൻ, രാജാവിന്റെ വക പുല്ലിനെ ഉണക്കുവാൻ പിശാചൻ പുറത്തുനിന്ന് ബാധിക്കുക. എന്നാൽ ഇന്ന് പകൽക്കാലം നീ യഥാർത്ഥമായി ശരിയായിട്ടുള്ള ആത്മവ്യാപാരമുള്ള വ്യക്തിയെങ്കിൽ ഒരു ശത്രുവിനും നിന്നെ തോൽപ്പിക്കുവാൻ പറ്റത്തില്ല. നമ്മളെ ശൂന്യമാക്കുന്ന ശത്രു കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം, എന്താ പറഞ്ഞിരിക്കുന്നത്? യാക്കോബ് എങ്ങനെ നിവരും? അവൻ ചെറിയവനല്ലോ. കർത്താവ് അനുദമിക്കുക എന്ന് പറഞ്ഞാല് ദൈവത്തിന് അനുതാപത്തിന്റെ കാര്യമുണ്ടോ? കാര്യമെന്നാ? കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, ഞെരുങ്ങിയിരുന്ന്, വയറുണങ്ങിയിരുന്ന്
ലൗകിക വിഷയങ്ങളെ വെടിഞ്ഞിരുന്ന് ദൈവസന്നിധി നിലവിളിക്കുന്ന തന്റെ ഭക്തന്റെ ഞരക്കം കൊണ്ട് ദൈവം ഇരുന്ന് അനുഭവിക്കുമെന്ന്. ഇപ്പൊ ശത്രുവിന് ജയമുണ്ടാകുമോ? അവേ നിനക്കെതിരെ ബ്രഹ്മ വയ്ക്കുന്ന ശത്രു വീണുപോകുമെന്ന്. ഹല്ലേലൂയ, 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 ആമേൻ, ആമേൻ. ആമേൻ. നിനക്കും എനിക്കും എതിരായി ഓ യേശുവൻ, വ്യാപരിക്കുന്ന ശത്രുത്വം വീണ് കിടക്കുമെന്ന്. ആമേൻ. ദാസന്മാർ അവിടെ തന്നെ യേശുവിന്റെ നാമത്തിൽ കാരണം എന്നാ? ദൈവത്തിന്റെ വചനത്തിന്റെ സത്യത്തെ, ദൈവത്തിന്റെ ആലോചനയുടെ വിടുതലുകളെ, യേശുവേ, അവരനുഭവിക്കേണ്ട സ്വസ്ഥതയെ തടഞ്ഞും എതിരിട്ടും ബാധിച്ചും മാറി നിന്ന് പല്ലു കടിക്കുന്ന ശത്രു അവരവിടെ തന്നെ ഉരുകിപ്പോകും. യേശുവേ, സ്തോത്രം. അവർ ഈ അധജ ചർവണം കൊണ്ട് നടക്കുക. അധര ചർവണക്കാർക്ക് ഞെരുക്കമുള്ള അങ്ങനെയുള്ളവരെയൊക്കെ കയറ്റി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ചില അന്യാഗ്നി ബലം കൊണ്ട് ചിലർ ചില ആഴിയെ ദൈവാത്മാവിന്റെ ഒഴുക്കിനെ തടയുവാൻ പോരാടുമ്പോൾ ദൈവത്തിന്റെ ജനം അത് കണ്ടുണർന്ന് എഴുന്നേറ്റോണം. അങ്ങനെയുള്ളവരെ വീട്ടിൽ പോലും കേട്ടിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഞാൻ യഹോവയായ കർത്താവെ മതിയാക്കണമേ. യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? പാവപ്പെട്ടവൻ ചോദിക്കുക, ദരിദ്രൻ ചോദിക്കുക, എളിയവൻ ചോദിക്കുക, കർത്താവേ ഞാൻ എങ്ങനെ നിവർന്നു നിൽക്കും? എനിക്കെങ്ങനെ സാധിക്കും? ഉണങ്ങി വരണ്ട് പ്രാർത്ഥിക്കുന്നവൻ, ദൈവസനം നേരോടെ നിൽക്കുന്നവൻ. ഞങ്ങള് പ്രവാചകരെന്ന് പറഞ്ഞ് ചിലരിറങ്ങും. ഞങ്ങൾക്ക് വെളിപ്പെട്ടെന്ന് പറയും. ശുദ്ധ കള്ളത്തരവാ, ശുദ്ധ കള്ളത്തര. ഒരു വെളിപ്പാടുമില്ല. ഇഷ്ടം പോലെ ഭാഷയും പറയും. വെറുതെയാ, കള്ളത്തരവാ. വ്യാജ ശക്തിയും കൊണ്ട് നടക്കുക. ഞങ്ങൾക്ക് വെളിപ്പെട്ടു. വെറുതെ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് എവരാതി കൂട്ടുക, മനുഷ്യരെയൊക്കെ കലക്കുക. സ്വത്രം. ഞങ്ങൾക്ക് വെളിപ്പെട്ടു. എന്നത് വെളിപ്പെട്ടു. എന്നതാ വെളിപ്പെട്ടത്? യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? ഇല്ലാത്ത വെളിപ്പാടും പറഞ്ഞ് ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇല്ലാത്ത വെളിപ്പാട് ഉണ്ടെന്ന് ഭാവിക്കുകയും ഇല്ലാത്തത് ഉണ്ടെന്ന് ഭാവിക്കുകയും എന്തൊരു നല്ല കാര്യം പറഞ്ഞാലും ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഞങ്ങൾ അങ്ങനത്തെ വലിപ്പമുള്ളവരായിരുന്നു പറയുകയും ചെയ്യുന്നവർ ബന്ധിക്കപ്പെട്ടവരാ കേട്ടോ. പാരമ്പര്യമൊക്കെ ഉയർത്തി പറയുന്നവർ. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ നേടി, ഞാൻ അങ്ങനെ എഴുതും, ഞാൻ ഇങ്ങനെ എഴുതും. ഇതൊക്കെ പിശാചിന്റെ ആയുധമാണ് കേട്ടോ. ഇങ്ങനെയുള്ളവരെയൊന്നും വീട്ടിൽ കയറ്റും. നമുക്ക് ആദ്യം തെറ്റുപറ്റും, പലരും കയറി ഇറങ്ങും. പക്ഷേ ഫലം കൊണ്ടാണ് നമ്മള് ലക്ഷ്യത്തെ തിരിച്ചറിയുക. അടുത്തത് സ്തോത്രം. യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? അവൻ ചെറിയവനല്ല എന്ന് പറഞ്ഞു. യഹോവ അതിനെ കുറിച്ച് അനുദപിച്ചു. അത് സംഭവിക്കില്ല എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്തു. അവൻ എനിക്ക് കാണിച്ചു തന്നതെന്നാൽ കർത്താവ് കയ്യിൽ നൂക്കുകൊണ്ട് പിടിച്ചുകൊണ്ട് നൂക്കുകൊണ്ട് തൂക്കിയുണ്ടാക്കിയ ഒരു മതിലിന്മേൽ നിന്നു. അവൻ തൂക്കുകണ്ട പിടിക്കും. ആരാ? കർത്താവ് കാണിച്ചു തരുന്നത്. ആമോസിന് കാണിച്ചു കൊടുക്കുക. ഞാൻ ചിലരുടെ നടുവിൽ തൂക്കുകണ്ട പിടിക്കാൻ പോകുകയാ. തൂക്കുകണ്ട പിടിച്ചാൽ ഇവിടെ പണി വെറുതെയാ, ഒന്നിനും കൊള്ളത്തില്ലെന്ന്. ശരിയായിട്ടുള്ള പണിക്കാരല്ലെന്ന്. കെട്ടിടം പണിയുന്ന കണ്ടിട്ടുണ്ടല്ലോ, തൂക്കുകണ്ട പിടിച്ച് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിഞ്ഞിരിക്കുന്നതിനൊക്കെ കരണ്ടി കൊണ്ട് ഇങ്ങനെ തട്ടി ശരിയാക്കും. തൂക്കുകണ്ട പിടിച്ചു പോകണം. എന്നാൽ കർത്താവ് തൂക്കുകണ്ട ചിലരുടെ മുമ്പിൽ പിടിക്കും. ചില പണിക്കാരെയൊക്കെ ഈ ദിവസങ്ങളിൽ അവൻ ഉരുട്ടിയിടാൻ പോകുക. ചിലരെ കോപം ബാധിക്കാൻ പോകുക. തടഞ്ഞും തടുത്തും ബാധിച്ചും എതിരിട്ടും പലരെ തകർത്തും പോരാടി നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയെ ദൈവത്തിന്റെ ആത്മാവ് തൂക്കുകെട്ട പിടിച്ച് ചിലരെ ശിക്ഷിക്കാൻ പോകുകയാണ്. എതിരായി കടന്നു വരുന്ന ശക്തിയെ ദൈവാത്മാവ് തടയാം. നിന്റെ നന്മ മുടക്കി, നിന്റെ സ്വസ്ഥത മുടക്കി, നിന്റെ ജീവിതത്തിന്റെ മുന്നേറ്റം തടഞ്ഞ, നിന്റെ വഴി അടച്ച, നിന്റെ അനുഭവം ഇല്ലാതാക്കി, നിന്റെ ഗതി മറ്റൊരു വഴിക്ക് മാറിപ്പോകണം. നീ ദേശത്ത് അലയണം, നീ ഒതുങ്ങിപ്പോകണം. നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് നിനക്ക് നേട്ടം ഉണ്ടാകരുതെന്ന വാദിച്ചു കെട്ടിയ ചില ബന്ധന ശക്തിയുടെ കുരുക്കുകളെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം അഴിച്ചുവിടുകയാണ്. യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ.
கேட்டத்தால் ஜெயம். மூடமக்கமானவர்